ഒരു തവണ പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങൾ അമേരിക്കൻ ഷോ, അന്ന് ഞാൻ മിമിക്രിയിലേക്ക് വന്ന കാലമാണ്. എനിക്ക് 94 ഞാൻ ആദ്യമായിട്ട് ജയറാമേട്ടൻ്റെ കൂടെ. എല്ലാം ഓർമ്മയുണ്ടല്ലേ? പിന്നെ അടി കിട്ടിയത് ഓർമ്മയില്ലാതിരിക്കും. ഇത് അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവൻ്റെ ഒരു അഹങ്കാരമാണ് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത്. എന്നുവെച്ചാൽ ഇവൻ ജയറാമേൻ്റെ അടുത്ത് വന്നിട്ട് പറയണം. അപ്പം ഞാൻ ജസ്റ്റ് എന്നൊന്നും അങ്ങനെ അറിയില്ല. മിമിക്രിയിൽ നാദൃശ്യനെ ശരിക്കും എല്ലാവരും അറിയുള്ളൂ, പിന്നെ അബീനെ അറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നസെൻറ്റിനൊക്കെ അനുകരിച്ച് തുടങ്ങിയിട്ടാണ് എന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് അമേരിക്കയിൽ പോണ സമയത്ത് നാദൃശ്യുണ്ട്, ഞാനുണ്ട്, പ്രസാദേട്ടനുണ്ട്, ജയറാമേട്ടനുണ്ട്, ഇന്നസെൻറ്റേട്ടൻ, വേണുവേട്ടൻ, അങ്ങനെ ഒരു ടീമാണ്. ഭാരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഷോ ആയിരുന്നു. നമ്മളവിടെ പോയി ഇന്നസെൻറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷോ കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്തൊക്കെ ഒന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുക. അപ്പം ഞാൻ അവിടെ പാട്ടുകാരായിരുന്നു അതിൽ. ഞാൻ പാട്ട് പാടും, ഇവൻ പാട്ടൊന്നും പാടുമല്ലോ, ഇവൻ വെറുതെ ജസ്റ്റ് മിമിക്രി. അപ്പോൾ ആ പാട്ട് പാടുന്നത് ആരെങ്കിലും നോക്കിയാണോ പാടുന്നത്? അവരാണോ? ഇല്ല, പാട്ട് പാടുമ്പോൾ ലേഡീസൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുതാക്കി കളയണത്. അങ്ങനല്ല, ഞാൻ ആരോടെ സംസാരിക്കണേ? അങ്ങനല്ല, അവിടത്തേക്ക് വന്ന ഒരാളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അതല്ല, നമ്മൾ ആ സമയത്തുള്ളൊരു ചിന്തയാണ് പറയുന്നത്. അന്ന് മിമിക്രി മാത്രമല്ല, പാട്ടുകാരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ചെറിയ ഗാനമേളക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഗാനമേളക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പേര് മിമിക്രി കാണിക്കാൻ വരുമ്പോൾ ഇനി അവരുടെ മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ മിമിക്രിയിൽ വന്നതിന് ശേഷമാണ് നേരം ചെയ്യാൻ കഞ്ഞി പിടിച്ച് പോയത്. അത് സത്യമുള്ള കാര്യം. പക്ഷെ അന്ന് പാട്ട് പാടുന്ന കാരണം എന്നെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് ദിലീപ് മിമിക്രി മാത്രമാണ്. കാരണം എന്താ പറയുക, പരിപാടി കഴിഞ്ഞിട്ട് നോക്കി അടിക്കണ്ടേ, ശ്രദ്ധിച്ചു വയ്ക്കും. ഇവനാണ് ആ പാട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയറാമേൻ്റെ അടുത്ത് നിന്നിട്ട് ഇവൻ പറയാം. അപ്പോൾ ഇവൻ കുറേ പെൺകുട്ടികളുടെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഞാൻ ആ സൈഡിൽ കാരണം എൻ്റെ കൂടെ ഒന്നും ആരും ഫോട്ടോ എടുക്കാനൊന്നുമില്ല. നമ്മൾ മിമിക്രി ചെയ്യുന്നുണ്ട്, മറ്റേ എന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം സ്റ്റേജിൽ മിമിക്രി ആയിട്ട് ഞാൻ കൂടുതലും മെലിഞ്ഞിരിക്കണോണ്ട് ഈ ശബ്ദത്തിൻ്റെ ഒരു പെർഫെക്ഷനിലാണ് രക്ഷപ്പെട്ടിരുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റ് ഇതൊക്കെ ഉള്ള അവിടെ ജനിച്ചു വളർന്ന കുറേ കുട്ടികൾ, മലയാളമൊക്കെ അത്യാവശ്യം അറിയാവുന്ന കുട്ടികൾ. അപ്പോൾ അവരൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോകണ കണ്ടു. അത് ഞാൻ ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ ചെന്നിട്ട് എൻ്റെ ജയറാമേട്ട പറയണ്ട, പെൺകുട്ടികൾ വന്നിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടല്ലോ, അതിൽ 2 കുട്ടികൾ ചോദിക്കാണ് താൻ എന്നെ കെട്ടോടൂ. അതിൻ്റെ വേറെ കോമഡി വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ 2 കുട്ടികൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കാണാൻ കൊള്ളാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞാനും ദിലീപും വന്നിട്ട് ഫ്രണ്ടിലിരിക്കണ കൊച്ചുങ്ങൾ കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ തന്നെയാണ് രണ്ടാമത് ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ ആ കുട്ടികൾ എൻ്റെ കൂടെ കല്യാണം കഴിയുന്നതിന് മുമ്പാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ ഇത് റെഡിയായി കിട്ടുന്ന വിചാരിച്ചിട്ടാണ് റെഡിയായി കിട്ടുന്ന ഇവര് ഇൻവോൾവ് ആയിട്ടേ എല്ലാ സത്യവും വിളിച്ചു പറയും. അല്ല, അന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് ആ കുട്ടികൾ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാണ്ടപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. കാരണം അത്രയും ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നോക്കി നിന്നിട്ട് ആ കുട്ടികൾ ലാസ്റ്റ് വന്നത് എൻ്റെ അടുത്താണ്. അപ്പോൾ ആ ദേഷ്യമൊക്കെ ഇവിടെ ഉണ്ട്. ദേഷ്യമൊന്നുമല്ലേ, ഞാൻ എല്ലാം കണ്ടു നിൽക്കുകയാണ്. മനുഷ്യനല്ലേ, നാച്ചുറലി ഉണ്ടാവുന്ന ഒരു വികാരം. ഞാനിങ്ങനെ നോക്കി കണ്ടതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ നെക്സ്റ്റ് കട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ജയറാമേൻ്റെ അടുത്ത് താൻ എന്നെ കെട്ടോടൂ എന്ന് പെൺകുട്ടികൾ ചോദിച്ചോട്ടാ. ഒരു പെൺകുട്ടി ചോദിച്ചു തന്നെ കെട്ടോടോ. സത്യത്തിൽ അതല്ല ഉണ്ടായതൊക്കെ. ഞാൻ ജയറാമേട്ടാ അപ്പം ജയറാമേട്ട ശരിക്കും അങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജയറാമേട്ടനെ അവിടെ പറയും. അപ്പം ഇവർ ജയറാമേട്ടോ ഞാൻ എൻ്റെ ചെവിയുടെ അടുത്ത് ഞാൻ താൻ എന്നെ കെട്ടോടൂ. എൻ്റെ എക്സ്പ്രഷൻ വരെ മാറിപ്പോയി. സംഭവം എന്താ ഉണ്ടായത്? ഞാൻ പറഞ്ഞു ജയറാമേട്ട അതൊന്നുമല്ല സത്യം. ഇവർ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവൻ നടുക്ക് നിൽക്കുന്നു, ഇവൻ ഇങ്ങനെ നിൽക്കുന്നു, ഞാനുണ്ട്. ഇവൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി അവിടെ ഇവനിങ്ങനെ നീ അങ്ങനെ ഹൈറ്റാവരുത്. പെൺകുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണും ഹൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ വേറൊരു പെൺകുട്ടിയുടെ ക്യാമറ കൊടുത്തു. ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ഫോട്ടോ എടുക്കാണ്. അപ്പൊ നീ ഞാനിങ്ങനെ അപ്പൊ ഇവര് തന്നെ കിട്ടോടോ. കാരണം എന്ന് വെച്ചാല് ഇവരുടെ ഫ്രെയിമിൽ ഫോട്ടോ എടുത്താൽ ഇവനെ കിട്ടൂല. അപ്പൊ ഇവര് ചോദിക്കണത് തന്നെ കിട്ടോടോ. ഇവരത് തിരിച്ചിട്ട് തലത് കെട്ടോടൂ. ഇവ അന്ന് ജയറാമേണ്ണവിനെ കൊല വിളിച്ചു. ഞാൻ എന്തായാലും സത്യം പറഞ്ഞു പോയി. അത് ക്ഷമിക്കാൻ നീ. പെൺകുട്ടി ചോദിച്ചത് തന്നെ കെട്ടോടോന്നാണ്. പക്ഷെ ഇവനത് മാറ്റി, ഇവനത് തിരിച്ച് തന്നെ കെട്ടോടോന്നാക്കി. പക്ഷെ അങ്ങനെ കെട്ടോടോന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ട് കെട്ടിയില്ല എന്നൊരു ചോദ്യം കിട്ടും. അല്ല, അതുകൊണ്ട് അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഷായന ഇപ്പൊ ഇത് കാണുകയാണെങ്കിൽ ഷായന പറഞ്ഞു അന്ന് ഞാൻ അത് വരാനുള്ള വഴി തങ്ങില്ല, ഞാൻ അങ്ങനെ കെട്ടിപ്പോ രക്ഷപ്പെട്ടു. അല്ലേ, അങ്ങനെ പറയൂലേ? അല്ല, അതെ. Viva Cinema Chirima.